നമസ്കാരം. കേരളത്തിൽ ഇക്കുറി നടന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വൻ വിജയം നേടിയത് തൃശൂർ ശക്തന്റെ മണ്ണിൽ നിന്നുമാണ്. ഏത് രീതിയിലും ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിൽ ബി.ജെ.പിയുടെ കാവിക്കൊടി പാറിക്കണമെന്ന വ്യക്തമായ നിർദ്ദേശമുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ശക്തന്റെ മണ്ണിൽ, അതായത് തൃശൂരിൽ ബി.ജെ.പിയും ആർ.എസ്.എസും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ദേശീയ മുതിർന്ന നേതാക്കളെ തൃശൂരിന്റെ മണ്ണിലിറക്കിയതും അതുകൊണ്ട് തന്നെയാണ്. തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചാൽ കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രിസ്ഥാനം കിട്ടുമെന്നതുകൊണ്ട് തിരഞ്ഞെടുപ്പ് സമയം മുതൽ ബി.ജെ.പിയുടെ പ്രചാരണ വിഷയവും ഇത് തന്നെയായിരുന്നു. കേന്ദ്രമന്ത്രി തൃശൂരിന്. കൂടാതെ മോദിയുടെ ഇടം കൈ സുരേഷ് ഗോപിയാണെന്നതും കേരളത്തിലെ ജനങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ വലിയൊരു സ്വീകാര്യത തന്നെ ലഭിച്ചു. നിലവിൽ സുരേഷ് ഗോപിയെ അലട്ടുന്ന ഒരു പ്രശ്നം സിനിമ അഭിനയമാണ്. 22 സിനിമകൾക്കാണ് സുരേഷ് ഗോപി അഭിനയിക്കാൻ പ്രൊഡ്യൂസർമാർക്ക് തീയതി നൽകിയിരിക്കുന്നതും കൂടാതെ അഡ്വാൻസ് വാങ്ങിയിരിക്കുന്നതും. അവസാന നിമിഷം പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് സിനിമാ മേഖലയിലെ ഓരോ തൊഴിലാളികളോടും കാണിക്കുന്ന അനീതിയും സിനിമാ പ്രേമികളോട് കാണിക്കുന്ന ഒരു വലിയ ചതിയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് സിനിമ അഭിനയിക്കണമെന്ന് തന്നെ പറയുന്നത്. കൂടാതെ സിനിമയിൽ അഭിനയിച്ച് കിട്ടുന്ന പണം പകുതിയും മിമിക്രി സംഘടനകൾക്കും ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനത്തിനും കൂടാതെ ജനങ്ങൾക്കും, അതോടൊപ്പം തൃശ്ശൂരിൽ തന്നെ ഒരുപാട് പണം സുരേഷ് ഗോപി ചെലവഴിക്കുന്നുണ്ട്. ബി.ജെ.പി കേരളത്തിൽ സുരേഷ് ഗോപിയെ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയായിട്ടാണ് ഉയർത്തി കാണിക്കുന്നത്. അതുകൂടാതെ സുരേഷ് ഗോപിയെ ഇടതുപക്ഷ നേതാക്കളും വലതുപക്ഷ നേതാക്കളും സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അതിന്റെ ഒരു തെളിവാണ് നമ്മൾ കണ്ടത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വോട്ട് ബാങ്കിലേക്ക് കൂടുതൽ വോട്ടുകൾ പോയി എന്ന് തെളിഞ്ഞ കാര്യം വ്യക്തമാണ്. അത് ഓരോ പാർട്ടിയും, അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും അവസാനം അന്വേഷിച്ചപ്പോൾ, അതായത് പാർട്ടി ഒരു അന്വേഷണം നടത്തിയപ്പോൾ തന്നെ വ്യക്തമായ കാര്യമാണ്. നിലവിൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ മോദിയുടെ ഇടം കൈയാണ് സുരേഷ് ഗോപി, അതിലൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ആദ്യം മോദി തന്നെ, അതായത് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം തന്നെ രാജ്യസഭ എം.പി ആയിട്ട് സുരേഷ് ഗോപിയെ അവരോധിച്ചത്. മോദി ഒരിക്കലും സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെക്കാൻ സമ്മതിക്കില്ല. അതായത് സുരേഷ് ഗോപി രാജിവെക്കണമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ അടുത്ത് ചെന്നാലും മോദി പറ്റില്ല എന്ന് തന്നെ പറയും. കാരണം മോദിയും സുരേഷ് ഗോപിയും, മോദി സുരേഷ് ഗോപി, സുരേഷ് ഗോപി മോദി, രണ്ടും തമ്മിൽ ഒരു വലിയൊരു ബന്ധം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോലും നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്നും പറന്ന് ഗുരുവായൂരിലേക്ക് ഇറങ്ങിയത്. അത് മാത്രമല്ല, ഇപ്പോൾ നിലവിൽ എന്തായാലും സുരേഷ് ഗോപിക്ക് 22 സിനിമ പ്രൊജക്ടുകൾ ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള അനുവാദം ബി.ജെ.പി നേതൃത്വം കൊടുത്തില്ലെങ്കിലും നരേന്ദ്രമോദി കൊടുക്കും. ബി.ജെ.പിയുടെ അവസാനത്തെ വാക്കാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദി ഓക്കെ അല്ലെങ്കിൽ യെസ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വേറൊരു ആളുടെയും സംസാരത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും സുരേഷ് ഗോപിക്ക് ഈ ഒരു അനുമതി കൊടുക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. 22 പ്രോജക്റ്റ് സുരേഷ് ഗോപി അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം, അത് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം സുരേഷ് ഗോപി ഇപ്പോൾ സഹമന്ത്രിയാണ്. അതിനുശേഷം ബി.ജെ.പി കൊടുക്കാൻ പോകുന്നത് സുരേഷ് ഗോപിയെ ക്യാബിനറ്റ് പദവിയോടുകൂടി, അതായത് ക്യാബിനറ്റ് റാങ്കോടുകൂടി സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയായിട്ട് എത്തിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ.